ഹലോ എവ്രി വൺ. വെക്കേഷൻ സ്റ്റാർട്ടായതിനു ശേഷം എല്ലാ കാര്യങ്ങളും തകിടം മറിഞ്ഞു കിടക്കാണ്. എല്ലാത്തിനും ഒരു ലേസി മൂഡാണ്, ഒന്നും ചെയ്യാൻ തന്നെ തോന്നാറില്ല. പക്ഷെ ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ എന്ന് മനസ്സിലാക്കി ഞാൻ എൻ്റെ ലൈഫ് റീസെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എൻ്റെ ചെറിയ ഒരു റീസെറ്റ് റുട്ടീനാണ് ഇന്നത്തെ വീഡിയോയിൽ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ജാപ്പനീസ് പ്രൊഫഷണൽ ഓർഗനൈസറായ മേരി കോണ്ടോ പറഞ്ഞ ഒരു കോട്ടാണ്, "From the moment you start tidying, you will be compelled to reset your life." In other words, tidy room, tidy mind. നമ്മുടെ മൈൻഡ് ആകെ ഡൗൺ ആണെങ്കിൽ ചുറ്റും ഒന്ന് നോക്കുക, നമ്മുടെ റൂം മെസ്സി ആയിരിക്കും. ആ റൂം തന്നെ ഒന്ന് ടൈഡി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ആ കുറേ കെയോസൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഞാൻ കുറച്ച് ദിവസങ്ങളായി തുടങ്ങിയ ഡീക്ലറ്ററിങ് ആണ്. കബോർഡിലെ എല്ലാതും എടുത്ത് ആവശ്യമില്ലാത്തത് മാറ്റി വീണ്ടും എല്ലാതും സെറ്റാക്കി ഓർഗനൈസ് ചെയ്ത് വെച്ചു. എൻ്റെ ഡ്രസ്, ആക്സസറീസ്, ബുക്സ്, ഫയൽസ്, ബേബിയുടെ തിങ്സ് എല്ലാതും. ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു തോട്ടാണ്. അത് എൻ്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്. അതായത് എല്ലാത്തിനും അതിൻ്റേതായൊരു സ്പേസ് ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു സാധനം എടുത്ത് അതെടുത്ത് സ്ഥലത്ത് തന്നെ വെച്ചാൽ നമ്മുടെ സ്പേസ് ഒരു പരിധി വരെ ഓർഗനൈസ് ആയിട്ട് ഇരിക്കും. ആ ഒരു ഹാബിറ്റ് എന്തായാലും ബിൽഡ് ചെയ്തേ പറ്റുള്ളൂ. നെക്സ്റ്റ്, സെൽഫ് കെയർ. യുവർ ബോഡി ഈസ് യുവർ ടെമ്പിൾ. ടേക്ക് കെയർ ഓഫ് ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ ടേക്ക് കെയർ ഓഫ് യു. ദിവസത്തിൽ എത്ര നേരം നമ്മൾ നമുക്ക് വേണ്ടി ചിലവഴിക്കുന്നുണ്ടാവും? ബാക്കി കാര്യങ്ങൾ മാത്രം ചെയ്ത് നടന്നാൽ മതിയോ? നമ്മുടെ കാര്യങ്ങൾ കൂടി ചെയ്യണ്ടേ? നിങ്ങൾക്ക് പറ്റുന്ന പോലെയുള്ളൊരു സെൽഫ് കെയർ റുട്ടീൻ ബിൽഡ് ചെയ്യാൻ നോക്കൂ. നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു ഹാപ്പിനെസ് അത് വേറെ തന്നെയാണ്. ഇത് എൻ്റെ 2024 ബുള്ളറ്റ് ജേർണലാണ്. ഇതിൽ മാർച്ച് വരെ എല്ലാം പക്കയായിരുന്നു. ബട്ട് ഞാൻ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിൽ പറഞ്ഞില്ലേ, വെക്കേഷൻ ആയപ്പോൾ എല്ലാതും കയ്യിൽ നിന്ന് പോയെന്ന്. ഞാൻ എൻ്റെ ഏപ്രിൽ മന്ത് ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല. ഇനി 10 ദിവസം കൂടി ഇല്ലേ മാസം കഴിയാൻ, അല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ യൂഷ്വലി ചെയ്യുന്ന എല്ലാ സ്പ്രെഡ്സും ഞാൻ സെറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു മന്ത്ലി കവർ പേജ്, എക്സ്പെൻസ് ട്രാക്കർ, ഹാബിറ്റ് ട്രാക്കർ, അത്ര മാത്രമേ ഞാൻ ഏപ്രിലിന് സെറ്റ് ചെയ്യുന്നുള്ളൂ.
gratitude journal. So, whenever I feel down, I take out my gratitude journal and I will write the things I'm grateful for. അത് എഴുതി കഴിഞ്ഞാൽ മൈൻഡിന് കിട്ടുന്ന ഒരു ചേഞ്ച് അത് സൂപ്പറാണ്. നമ്മുടെയൊക്കെ ലൈഫിൽ പ്രധാനമായും നമുക്ക് സങ്കടം തോന്നിപ്പിക്കുന്നത് നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. ആ സങ്കടം മാറ്റാനായിട്ട് നമുക്കുള്ളതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഗ്രേറ്റ്ഫുൾ ആകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതെൻ്റെ മൈൻഡ് ഡംപ് ജേർണലാണ്. നമ്മുടെ മൈൻഡിൽ കുറേ തോട്ട്സ് ആൻഡ് വറീസ് ഉണ്ടാവും. നമുക്കത് വേറെ ഒരാളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നാത്തതായിരിക്കാം. ബട്ട് അത് മനസ്സിൽ കിടന്ന് പുകഞ്ഞുകൊണ്ടേയിരിക്കും. ആ തോട്ട്സിനെയൊക്കെ ഞാൻ ഡംപ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ജേർണലാണിത്. ഇത്രയൊക്കെയാണ് ഞാൻ ഒരു റീസെറ്റ് റുട്ടീനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതൊക്കെ ചെയ്തപ്പോൾ തന്നെ ഏകദേശം എൻ്റെ മൈൻഡിനും സ്പേസും റീസെറ്റ് ആയിട്ടുണ്ട്. ഇത് ഇനി കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.